ഇടുക്കി ഏലപ്പാറയിൽ അപ്രഖ്യാപിതമായി പൂട്ടിയ ഹെലിബറിയ തോട്ടം തുറക്കുന്നത് അനിശ്ചിതത്വത്തിൽ. എറണാകുളം റീജിയണൽ ലേബർ കമ്മീഷൻ ഓഫീസിൽ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതോടെ തോട്ടമെന്ന് തുറക്കാനാകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായില്ല. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കമ്പനി നൽകാത്തതിനാൽ ഓണക്കാലത്തെ ആശങ്കയോടെയാണ് തൊഴിലാളികൾ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 7-ാം തീയതിയാണ് ഏലപ്പാറ ഹെലിബറിയ കമ്പനി ഉടമകൾ പൂട്ടിയത്. 14-ാം തീയതി തോട്ടം ജനറൽ മാനേജർ ട്രേഡ് യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ഇത് പരാജയപ്പെട്ടു. തുടർന്ന് കഴിഞ്ഞ 20-ാം തീയതി എറണാകുളം റീജിയണൽ ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഈ ചർച്ചയിൽ തോട്ടമുടമയോ തൊഴിലാളികളുടെ വിഷയങ്ങളിൽ മറുപടി പറയാൻ കഴിയുന്ന മാനേജ്മെന്റ് അധികൃതരോ ഉണ്ടായിരുന്നില്ല. ഇതോടെ എറണാകുളത്ത് നടന്ന ചർച്ചയും പരാജയപ്പെടുകയായിരുന്നു. കഴിഞ്ഞ 20-ാം തീയതി എല്ലാ യൂണിയനുകളുടെയും നേതൃത്വത്തിൽ RJLCയിൽ എറണാകുളത്ത് വെച്ച് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിലും ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു നിലപാടല്ല മാനേജ്മെന്റ് സ്വീകരിച്ചത്. ആ കൺസിലേഷൻ യോഗത്തിൽ എന്തെങ്കിലും മറുപടി പറയാൻ കഴിയുന്ന കമ്പനി മാനേജ്മെന്റ് ഭാഗത്താലും ആരും എത്തിയില്ല. കമ്പനിയുടെ MDO അല്ലെങ്കിൽ CEO ആരും തന്നെ എത്താതെ 25-ാം തീയതി വീണ്ടും ചർച്ച നടത്തണം അല്ലെങ്കിൽ വീണ്ടും ഒരു ചർച്ച നടത്താം എന്ന കെയർ ഓഫിൽ മാത്രമാണ് അവർ പിരിഞ്ഞു പോയത്. ഇത് ഫലത്തിൽ സമരം അല്ലെങ്കിൽ പണിമുടക്ക് നിർത്താനുള്ള ലോക്കൗട്ട് പിൻവലിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു തീരുമാനം 20-ാം തീയതി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രശ്നത്തിൽ 25-ാം തീയതി എറണാകുളത്ത് വീണ്ടും യോഗം ചേരാമെന്നാണ് ലേബർ കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. മുടങ്ങിയ 2 മാസത്തെ ശമ്പളവും പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങളും തൊഴിലാളികളിൽ നിന്ന് പിരിച്ച 58 മാസത്തെ പ്രൊവിഡന്റ് ഫണ്ട് അടയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകണമെന്നതാണ് തൊഴിലാളികളുടെ നിലപാട്. ഹെലിബറിയ, സെമിനി വാലി, ചിന്നാർ, വള്ളക്കടവ് എന്നീ 4 ഡിവിഷനുകളിലായി 800 സ്ഥിരം തൊഴിലാളികളും 1000-ലധികം ഇതര സംസ്ഥാന തൊഴിലാളികളും ജോലി ചെയ്യുന്നുണ്ട്. തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ ഓണനാളുകൾ തൊഴിലാളികൾക്ക് കണ്ണീരിന്റെ ദിനങ്ങളായിരിക്കും. ജനം, ഇടുക്കി.